തന്മേലതീര സ്നേഹമാർക്കു വർണ്ണിക്കാം. തന്നന്തികെ ചേർന്നങ്ങായതറിഞ്ഞോർക്കു താൻ സാധ്യം. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വിശുദ്ധ ദിനം കൂടി നമ്മുടെ ജീവിതങ്ങളിൽ സർവശക്തനായ ദൈവം ദാനമായി നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ ആഴ്ചയിലും നാം ആയിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ നാം ഇരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമുക്ക് ഏവർക്കും അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ പ്രത്യേക സമയം നമുക്ക് ദൈവം മുൻപിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ തിരുമുൻപിൽ ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് കരുണയോടെ ദർശിക്കുകയും ഈ ആരാധനയിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവമാകുവാൻ തിരുമുൻപിൽ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 344 ഗീതം, ആദ്യത്തെ 3 അവസാനത്തെയും ചരണങ്ങൾ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനാ തന്നാനിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. തന്നാനിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സദനം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സദനം. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾക്കരുളാം. ഭദ്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാ. ഭദ്രതയേതുമില്ല
നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാതെ പാർപ്പാനേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കേണമേ. ആമേൻ. തൃത്വത്തിനു സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കണം. നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഓർക്കണമേ. പ്രിയരേ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാൻ നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവിൻ.
സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ നിർത്തേണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസ്യം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സംഗ്രത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യുവജന ഞായറാഴ്ചത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 1 മുതൽ 4 വരെ. യെശയ്യാവ് 42 1 മുതൽ 4 വരെ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ഇത് ഒന്നാം പാഠം. യുവജന ഞായറാഴ്ചത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 146. 146 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനോടെ ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രമുഖന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവരുള്ള സകലവും ഉണ്ടാക്കി, അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, കുഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറ തന്നെ.
യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമുണ്ടാകട്ടെ. ആദ്യമെങ്കിലും പെഴുന്നേൽക്ക പ്രകാരം തന്നെ. ആമേൻ. യുവജന ഞായറാഴ്ചയായി നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1 മുതൽ 11 വരെ. ഫിലിപ്പിയർ 2-ാം അധ്യായം 1 മുതൽ 11 വരെ. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇത് രണ്ടാം പാഠം. അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇത് രണ്ടാം പാഠം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് തിരുവചനം ധ്യാനിപ്പാനടി ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മഹാ ഇടവകയായിട്ട് ഈ ഞായറാഴ്ച യുവജന ഞായറായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഈ ഒരു അവസരം ലഭിച്ചതിനായിട്ട് ഞാൻ സർവശക്തനായ ദൈവത്തിനോട് നന്ദി കരയറ്റുന്നു. അതോടൊപ്പം നമ്മുടെ ജോസച്ചനോടും അതുപോലെ കമ്മിറ്റി മെമ്പേഴ്സിനോടും YCFൻ്റെ പ്രവർത്തകരോടും അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച്
ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കിടക്കാം. പ്രത്യേകിച്ച് മാതാവിൻ്റെ വിയോഗത്താൽ വിഷമത്തിലായിരിക്കുന്ന നമ്മുടെ ജോസച്ചനെയും കൊച്ചമ്മയെയും കുടുംബാംഗങ്ങളെയും നമുക്ക് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ ഒരു അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങളായ പല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും അങ്ങയുടെ വചനം, അതിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനും അങ്ങയുടെ വചനം കേൾപ്പാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ഒരു സമയത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് ജോസച്ചനെയും അതുപോലെ കൊച്ചമ്മയും കുടുംബാംഗങ്ങളെയും അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ വിയോഗത്താൽ വിഷമത്തിലായിരിക്കുന്ന ഓരോരുത്തരോടും ഓരോരുത്തരോടും അങ്ങയുടെ വലിയൊരു സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളിൽ നിന്ന് വിടുവാങ്ങിയ മാതാവിൻ്റെ ജീവിതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും വിട്ടുപിരിയാത്ത അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ഓരോരുത്തരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയങ്ങളോട് അങ്ങ് സംസാരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയന് ഈ ഒരു അവസരം അങ്ങയുടെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഈ ഒരു അവസരം ലഭിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ബലപ്പെടുത്തി അങ്ങയുടെ വചനം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അടിയൻ ഇടവരുത്തണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. വലിയൊരു അനുഗ്രഹമായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പിയർ 2-ന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആദ്യം അതൊന്ന് വായിക്കും. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ 4 വാക്യങ്ങളെ നമുക്കൊരു സമ്മറിയായിട്ട് സാധാരണയായിട്ട് വിളിക്കുന്നത് തന്നെത്താൻ താഴ്ത്തി ഒഴിഞ്ഞവനായി തീർന്ന ക്രിസ്തു എന്നാണ്. ഇംഗ്ലീഷിൽ സെൽഫ് എംപ്റ്റിയിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. ഇതിൻ്റെ മൂലഭാഷ, ബൈബിളിൽ എഴുതിയ മൂലഭാഷയായ ഗ്രീക്കിൽ ഇതിനെ കീനോസിസ് എന്നാണ് വിളിക്കുന്നത്. കീനോസിസ് എന്ന് വെച്ചാൽ എംറ്റി, ഇംഗ്ലീഷിൽ എംറ്റി എന്നർത്ഥം, മലയാളത്തിൽ ഒഴിഞ്ഞത്. ഒരു ത്രിയേക ദൈവത്തിൻ്റെ ദൈവവിശ്വാസത്തിൽ പറയുമ്പോൾ നമ്മൾ ഇതിനെ പിതാവിനേക്കാൾ താഴ്ച ഭാവിച്ച പുത്രൻ എന്നും പറയാറുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വിഷയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്, തന്നെത്താൻ താഴ്ത്തി ഒഴിഞ്ഞവനായി തീർന്ന ക്രിസ്തു. ഞാൻ കുറച്ചു മുമ്പ് വായിച്ച 4 വാക്യങ്ങൾ, അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഒരു മെക്കാനിക്കലായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു എന്താ പറയുക, അതിൻ്റെ അർത്ഥം പൂർണ്ണമായ ഗ്രഹിക്കാതെ വെറുതെ നമുക്കത് വായിച്ചു പോകാം. പക്ഷെ ഇതിൻ്റെ ഈ വാക്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം, അതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ദൈവം ആരാണ് എന്നുള്ളൊരു യഥാർത്ഥ ബോധ്യമുണ്ടായിരിക്കണം. വി നീഡ് ടു ഹാവ് എ റൈറ്റ് പേഴ്സ്പെക്റ്റീവ് ഓഫ് ഗോഡ്. അത് ഈ വാക്യം എന്നല്ല, ബൈബിളിലെ എല്ലാ വാക്യങ്ങളും, നമ്മുടെ വിശ്വാസ ജീവിതത്തിലുമെല്ലാം ദൈവം ആരാണെന്നുള്ള യഥാർത്ഥ ബോധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ദൈവത്തിൻ്റെ സങ്കല്പം, ഞാൻ വളരെ കുഞ്ഞായിരിക്കുമുള്ള സമയത്താണ്. ഒരു സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷിക്കണമേ, നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റുമ്പോൾ നമ്മളെ ഓടി വന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകൻ, ഒരു സൂപ്പർ ഒരു സൂപ്പർ ഹീറോ, നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് പവറുള്ള ഒരു സൂപ്പർ ഹീറോ, ഒരു സൂപ്പർമാനെ അല്ലെങ്കിൽ സ്പൈഡർമാനെയൊക്കെ പോലെ ഒരാൾ എന്നതായിരുന്നു ദൈവത്തെ പറ്റിയുള്ള എൻ്റെ ഒരു സങ്കല്പം. പക്ഷെ പിന്നീട് ഞാൻ വളർന്നപ്പോൾ ബൈബിളിനെ പറ്റി പഠിച്ചപ്പോൾ, ഈ ലോകത്തെ പറ്റി പഠിച്ചപ്പോൾ, ഞാൻ അന്ന് സങ്കല്പിച്ചു വെച്ചിരുന്ന ആ ദൈവം എത്ര ചെറുതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ശരിക്കും നമ്മുടെ ബൈബിളിലെ ദൈവം, നമ്മുടെ ദൈവം യഥാർത്ഥത്തിൽ അതിലുമൊക്കെ എത്രയോ വലുതാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാട്ടിലും വലുതാണ്. ബൈബിളിലെ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചം, ഈ നമുക്ക് കാണാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കാത്തതുമായുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ് ബൈബിളിലെ ദൈവം. അത് നമുക്ക് എളുപ്പം പറഞ്ഞു പോകാം. പക്ഷേ ഈ
നമുക്കറിയാം എത്രത്തോളം പ്രപഞ്ചം, ഇപ്പോൾ ശാസ്ത്രമൊക്കെ ഒരുപാട് ആ കാര്യത്തിലൊക്കെ അഡ്വാൻസ്ഡ് ആയപ്പോൾ നമുക്കിപ്പം അറിയാം പ്രപഞ്ചം എത്രത്തോളം വലുതാണ്. ഇപ്പം നമ്മുടെ ചുറ്റും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കുക, എന്തുമാത്രം സങ്കീർണമാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൃഷ്ടി. പക്ഷേ ഈ നമ്മുടെ ശരീരം, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന, നമ്മൾ എല്ലാവരും വസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് സൂര്യൻ എന്ന നക്ഷത്രത്തിൻ്റെ ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹം മാത്രമാണ്. സൂര്യൻ്റെ ഫാമിലിയാണ്, സൺസ് ഫാമിലി എന്ന് പറഞ്ഞാൽ അതിനകത്താണ് നമ്മളെല്ലാം ഉൾപ്പെടുന്നത്, ഭൂമിയൊക്കെ. അപ്പം ഈ സൺ എന്ന് പറയുന്ന നക്ഷത്രം ഒരുപാട്, അതുപോലെ ഒരു കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മിൽക്കി വേ എന്ന് പറയുന്ന ആകാശഗംഗ എന്ന് വിളിക്കുന്ന നമ്മുടെ നക്ഷത്ര സമുച്ചയം. അതുപോലെ കോടിക്കണക്കിന് മിൽക്കി വേകൾ ഉണ്ടെന്നാണ് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് സൂര്യൻ ചേരുന്ന ഒരു മിൽക്കി വേ, ആ കോടിക്കണക്കിന് മിൽക്കി വേകളുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു വലിയൊരു ടെലിസ്കോപ്പിക് വേൾഡ്, ടെലിസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു പദം പറഞ്ഞത്, ടെലിസ്കോപ്പിക് വേൾഡ്. അത് നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഇത്രയും പ്രപഞ്ചം സൃഷ്ടിച്ച്, ഈ ഒരു വലിയ പ്രപഞ്ചം, നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നത്ര വലിപ്പമുള്ള പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് ദൈവം. ഇത് കൂടാണ്ട് നമ്മൾ കുറച്ചും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ തന്നെ മറ്റൊരു ലോകമുണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത, ഒരു മൈക്രോസ്കോപ്പിക് വേൾഡ്. മറ്റേ ടെലിസ്കോപ്പ് ആണെങ്കിൽ ഇത് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണാൻ സാധിക്കുന്ന, അല്ല അതിനെക്കാട്ടിലും ചെറിയൊരു ലോകം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ലോകം മൊത്തം പ്രതിസന്ധിയിലായിരിക്കുന്ന കൊറോണ വൈറസ്, അത് നമുക്ക് കാണാൻ സാധിക്കില്ല. വൈറസിൻ്റെയും ബാക്ടീരിയകളുടെയും അറ്റോമിക് ലെവലിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ് അറ്റോമിക് ലെവലിലേക്ക് വരുന്ന ഒരു ലോകം. ആ ലോകത്തെ പറ്റി ഇപ്പം നമ്മൾ ശാസ്ത്രം ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലോകവും അത്രയും ഈ പറയുന്ന പോലെ മറ്റേ നമ്മൾ കണ്ട ടെലിസ്കോപ്പിക് വേൾഡ് പോലെ തന്നെ അഗാധവും, അല്ലെങ്കിൽ വളരെ വളരെ സൈസ് വെച്ചിട്ട് അത് ചെറുതാണെങ്കിൽ കൂടിയും അത് ആ ഒരു സൈസിൽ നമ്മൾ കാണുമ്പോൾ അത് ഒരുപാട് വലുതാണ്, ഒരുപാട് സങ്കീർണമാണ്. ഇത് കൂടാണ്ട് നമ്മളിപ്പം നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ പ്രപഞ്ചം നോക്കിക്കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത് ചില പ്രിൻസിപ്പിൾസ്, ലോസ് ഓഫ് നേച്ചർ എന്ന് വിളിക്കുന്ന പ്രകൃതിയാലുള്ള ചില നിയമങ്ങളാലാണ്. ആ നിയമങ്ങൾ നമ്മൾക്ക് ഈ പറയുന്ന രണ്ട് ലോകത്തിനുമുണ്ട്. മൈക്രോസ്കോപ്പിക് വേൾഡിനും അതുപോലുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ ഒരു പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ ആ ഒരു ലോസ് പ്രകാരമാണ് ഇതെല്ലാം നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഫൈൻ ട്യൂണിംഗ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു റേഡിയോ, അത് നമ്മളൊരു സ്റ്റേഷനിലേക്ക്, ഒരു ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ കിട്ടും. അതുപോലെ ഒരു ഫൈൻ ട്യൂണിങ് ഈ നിയമങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട്. ആ ഫൈൻ ട്യൂണിങ്ങിൽ, ആ പ്രത്യേക അനുപാതത്തിൽ അത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ലോകം ഇന്ന് നിലനിന്ന് പോകുന്നത്. അത് ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ലോകം മൊത്തം കംപ്രസ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് ആയിപ്പോകും, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് പൊട്ടിത്തെറിച്ചു പോകും. രണ്ടായാലും ലോകം നിലനിൽക്കില്ല. അപ്പം ഇത്രയും ഇത്രയും വലിയൊരു പ്രപഞ്ചവും ഇത്രയും സങ്കീർണമായൊരു പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് ബൈബിളിലെ ദൈവം, നമ്മുടെ ദൈവം. ആ ദൈവത്തെപ്പറ്റി ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ആ ദൈവത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഇയ്യോബ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇയ്യോബിൻ്റെ 11:7 വാക്യം, 11-ാം അധ്യായം, ഇയ്യോബ് 11-ാം അധ്യായം 7-ാം വാക്യം. ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? അത്രയ്ക്ക് അഗാധം, അത്രയ്ക്ക് വലുതാണ് ദൈവത്തിൻ്റെ അഗാധത്വം എന്ന് പറയുന്നത്. ആ ദൈവമാണ് ക്രിസ്തുവായി ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. യോഹന്നാൻ അപ്പോസ്തലൻ ക്രിസ്തുവിനെ പറ്റി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവനാൽ സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്സിനെ പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, ആ ദൈവമാണ് ക്രിസ്തുവായി മനുഷ്യനായി അവതരിച്ചത്. അപ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ഇവിടെ ഈ വാക്യങ്ങൾ, നമ്മൾ നേരത്തെ ആദ്യം വായിച്ച വാക്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്കത് ഒരിക്കൽ കൂടി ആ ബോധ്യത്തോടു കൂടി ക്രിസ്തുവാണ് ഈ സകല പ്രപഞ്ചവും സൃഷ്ടിച്ച, ഇത്രയും സങ്കീർണമായ പ്രപഞ്ചവും സൃഷ്ടിച്ച ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. ഫിലിപ്പിയർ 2:5-8 വരെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു.
ഇത് പറയുമ്പോൾ അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, കാരണം ഈ ഒരു വാക്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് തെറ്റായിട്ടുള്ള ടീച്ചിങ്സ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരുപാട് റോങ് ടീച്ചിങ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരിക്കലും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ക്യാരക്ടറുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇപ്പം ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ ചില ക്യാരക്ടറുകളായ സർവശക്തി, സർവജ്ഞാനം, സർവസാന്നിധ്യം, ഒംനീഷ്യൻസ്, ഒംനിപ്രസൻസ്, ഒംനിപൊട്ടൻറ്റ്, ഇത് ദൈവത്തിന് മാത്രം ഉള്ള ചില ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്തു ഇങ്ങോട്ട് വന്നതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം നമ്മളിവിടെ ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കാറ്റിനെയും കടലിനെയും ശാന്തനാക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെയുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നതെങ്കിൽ ഇതിനൊന്നും സാധ്യമല്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ കാണുന്നത് കൊണ്ട് ഇതിനെല്ലാം ഉപേക്ഷിച്ച് വന്നു എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പിന്നെന്താണ്, പിന്നെ പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില സമയത്ത്, പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞ പോലെ ക്രൂശീകരണ സമയത്ത് ഈ ദൈവീകമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉപേക്ഷിച്ചു എന്നല്ല, കുറച്ച് സമയത്തേക്ക് മറയ്ക്കപ്പെട്ടു എന്ന് മാത്രമേ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. അതായിരിക്കും അതിനെ ശരിയായിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. കുറച്ച് സമയത്തേക്ക് മറയ്ക്കപ്പെട്ടു. അന്നും ഇന്നും എന്നും യേശുക്രിസ്തു മാറ്റമില്ലാത്ത ദൈവമാണ്. അത് നമുക്ക് വീണ്ടും ഇത് കഴിഞ്ഞിട്ടുള്ള തുടർന്നുള്ള 3 വാക്യങ്ങൾ, അതായത് ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാം. അതുകൂടി ഞാനൊന്ന് വായിക്കാം. ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പം ക്രിസ്തു അന്നും എന്നും ദൈവമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്. ആ ക്രിസ്തുവിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ വായിച്ചത്. നമ്മൾ ആദ്യം വായിച്ച 4 വാക്യങ്ങൾ. അപ്പം നമ്മൾ ആ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം, ആ ദൈവം ആരാണ് എന്നുള്ള ബോധ്യത്തിൽ മനസ്സിലാക്കി അതിൻ്റെ ഒരു ആഴം, എത്രത്തോളം ശ്രേഷ്ഠമായൊരു കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അടുത്ത പ്രസക്തമായൊരു ചോദ്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യമാണ്, എന്തിന്, ആർക്ക് വേണ്ടി, എന്ത് വികാരത്താലാണ് ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച ഇത്രയും വലിയ ഇത്രയും സങ്കീർണമായ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യനായി അവതരിച്ച് ക്രൂശിൽ മരിച്ചു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് അതിന് ചരിത്രം സാക്ഷിയാണ്. എന്തിന്, ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇത് ദൈവത്തിന് വേണ്ടിയാണ് എന്ന് നമുക്കൊരിക്കലും കരുതാൻ കഴിയില്ല. അതിനൊരു പ്രത്യേകിച്ചൊരു യുക്തി ഉണ്ടാകത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വലിപ്പം നമ്മൾ കണ്ടു. അത്രയും വലിയൊരു ദൈവം മനുഷ്യനായി വന്ന് ക്രൂശിൽ മരിച്ചിട്ട് ദൈവത്തിന് എന്തെങ്കിലും നേടാൻ ആണെന്ന് വിചാരിക്കാൻ നമുക്കൊരിക്കലും യുക്തിസഹമായിട്ട് ചിന്തിച്ചാൽ കഴിയില്ല. പിന്നെ ആർക്ക് വേണ്ടി? അത് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 8:9. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി തീർന്നു. എന്തിനാ? ദരിദ്രരായിരുന്ന നമ്മളെ സമ്പന്നരാക്കുവാൻ. കുറച്ചും കൂടെ മറ്റുള്ള വാക്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് നമ്മളിതിനെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ആത്മാവിൽ ദരിദ്രരായിരുന്ന, പാപത്തിൽ ജനിച്ച് ജീവിച്ച് ആത്മാവിൽ നിത്യമായ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യർക്ക് അതിൽ നിന്നും ആത്മാവിൻ്റെ ഒരു നിത്യ ജീവനിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള എക്കാലവും ദൈവത്തോടൊപ്പം വസിക്കാനുള്ള ഒരു അവസരം, ആത്മാവിൽ സമ്പന്നരായി വസിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ക്രിസ്തു ക്രൂശിലെ മരണത്തോട് ചെയ്തത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ നിത്യജീവൻ ലഭ്യമാണ്. അപ്പം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം നമ്മളിവിടെ ആൻസർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വേണ്ടി, എന്തിനു വേണ്ടി? നമുക്ക് നിത്യജീവൻ കിട്ടാൻ വേണ്ടി, നമുക്ക് എന്നെന്നും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ വേണ്ടി. ഇനി അടുത്ത ചോദ്യം, എന്ത് വികാരം, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തത്, എന്ത് വികാരമാണ് ദൈവത്തിന് ഇതിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്.
അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലെ 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ നമുക്ക് കാണാൻ കഴിയും ആ വികാരം എന്താണ്? സ്നേഹം. ദൈവം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് ക്രൂശിൽ കാണാൻ കഴിയുന്നത്. ആ സ്നേഹം കാരണമാണ് ദൈവം മനുഷ്യനായി അവതരിച്ചതും ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു നമുക്ക് നിത്യജീവനിലേക്കൊരു വഴി, അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനിലേക്കൊരു വഴി തുറന്നിട്ടു. അതിനെല്ലാം കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ്. എത്രമാത്രം ആഴമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വെറുതെ ഒരാളോട് പറയുമ്പോഴല്ല, ഇപ്പം വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്ന ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. അത് പ്രവൃത്തിയായി യാഥാർത്ഥ്യമായി കാണിച്ചു തന്ന ദൈവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്, ഞാനത് എവിടെയോ വായിച്ചതാണ്. ഇറ്റ് വാസ് ലവ് നോട്ട് നെയിൽസ് ദാറ്റ് കെപ്റ്റ് ജീസസ് ഓൺ ദ ക്രോസ്. ആണികളല്ല, സ്നേഹമാണ് ക്രിസ്തുവിനെ കുരിശിലേക്ക് ചേർത്ത് നിർത്തിയത്. ദൈവത്തിൻ്റെ സ്നേഹം കാണണമെങ്കിൽ നമുക്ക് കുരിശിലേക്ക് നോക്കിയാൽ മതി. അപ്പം ഈ സ്നേഹത്തിന് നമുക്ക് ഒരു റെസ്പോൺസ്, നമ്മുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും അതിനൊരു പൂർണ്ണത, ഒരു കംപ്ലീറ്റ്നെസ് കൈവരിക്കുന്നത് അത് രണ്ട് വശത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാകുമ്പോഴാണ് ആ സ്നേഹം ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. സ്നേഹം യാഥാർത്ഥ്യമാണ്, അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ലെങ്കിലും സ്നേഹം യാഥാർത്ഥ്യമാകും. യഥാർത്ഥ സ്നേഹത്തിന് റെസ്പോൺസ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ പൂർണ്ണത, ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് ഉണ്ടായിരിക്കും. അപ്പം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു റെസ്പോണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു റെസ്പോൺസ് കൊടുക്കുവാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യർക്കും ദൈവം നൽകിയിട്ടുള്ളത്. അതിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നും ബൈബിൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രക്ഷ സ്വീകരിക്കുക എന്നുള്ളതാണ്, വിശ്വസിച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 9-ാം വാക്യം. റോമർ 10:9. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ തിരിച്ച് ദൈവത്തോടുള്ള സ്നേഹം, അതിൻ്റെ ഒരു പകരം നൽകാൻ നമുക്ക് സാധിക്കുന്ന ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ വാക്യമാണ്. അതിനുശേഷം ദൈവത്തിൽ രക്ഷിക്കപ്പെട്ട് വിശ്വസിച്ച് വന്ന ഏവർക്കും പിന്നീട് ആ സ്നേഹത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വീണ്ടും നമുക്ക് ആ സ്നേഹം ദൈവത്തിന് പകരം നൽകാൻ സാധിക്കുന്നത് ക്രിസ്തു തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് വന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പിന്നീട് ദൈവത്തോടുള്ള സ്നേഹം, ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിനുള്ള നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അനുസരണയിലൂടെയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിക്കുമ്പോഴാണ്. നമ്മൾ ഇന്നത്തെ ചിന്തക്കാരെടുത്ത വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നടപ്പാക്കി നമുക്കൊരു മാതൃക തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ അനുസരണയാൽ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മളോട് കാണിച്ച ആ സ്നേഹത്തിനൊരു നല്ലൊരു റെസ്പോൺസ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ എന്താ പറയുക, ഇപ്പം ഈ വാക്യത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ച ആദ്യത്തെ വാക്യം, അതായത് ഫിലിപ്പിയർ 2:5 വാക്യം, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പം ക്രിസ്തു യേശു ആ ഒരു മാതൃക കാണിച്ചു, ആ ഭാവമാണ് നമ്മളിലും ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പം നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു വന്ന് ആദ്യം തുടക്കത്തിൽ തന്നെ ക്രിസ്തു യേശുവിലുള്ള ഭാവം നമുക്കുണ്ടായില്ല. അതൊരു എന്താ പറയുക, ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് നമ്മൾ അതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് അനുസരണയാണ്. അനുസരണയിലൂടെ നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ അനുസരണയിലൂടെ നടപ്പിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ പൂർണ്ണമാകുന്നത്. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്,
അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയേ ആകുന്നു. ഇവിടെ പറയുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തത് കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് അത് അറ്റൈൻ ചെയ്യുകയല്ല, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ഈ പറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊരു നല്ല പെർഫെക്റ്റ് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു റെസ്പോൺസ് നമുക്ക് ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നെ കേട്ട ഓരോരുത്തരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ, ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനാൽ സകലവും ഉണ്ടായി. അവൻ മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ നിന്ന് അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഇവിടെ ബന്ധിക്കപ്പെട്ട മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പറയിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്കവും അപ്പോസ്തലികവുമായ വിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകഭക്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമുക്ക് ചിലവഴിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്കൊരുക്കി തരുന്ന ഈ നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരേറ്റാം. വീണ്ടും ഒരിക്കൽ കൂടെ ഈ കാലഘട്ടത്തിൽ നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഈ വലിയ പ്രയാസങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, സകല അസാധ്യങ്ങളെയും സാധ്യമാക്കി തീർക്കുന്നവനായ ദൈവം, ഈ വലിയ വിഷമകരമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ലോകരാഷ്ട്രങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ നോക്കാം. ഈ രോഗത്തിന്റെ വ്യാപനം തടയുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനാവശ്യമായ മരുന്ന് കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കണം. ദൈവം വേണ്ട ആലോചനയെ നൽകി ജ്ഞാനത്തെ പകർന്ന് അതിലേർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യരംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മുടെ ഭരണകർത്താക്കളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.
ഓരോ ആവശ്യങ്ങളിലും ദൈവികമായ നടത്തിപ്പും കാവലും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ പ്രത്യേകമായി നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ തുടർച്ചയായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജോഷി ഡേവിഡിനെ ഓർത്ത് പ്രത്യേകമായി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ ശരീരത്തിന്റെ എല്ലാ ക്ഷീണതകളെയും മാറ്റുവാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിൽ തന്റെ മകനെ നമുക്ക് വിശ്വാസത്തോടെ പുറമേൽപ്പിക്കാം. ആവശ്യങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം. ദൂരെയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിത സ്ഥാനങ്ങളിൽ ദൈവികമായ സംരക്ഷണം പ്രിയപ്പെട്ടവർക്കെല്ലാം ലഭിക്കാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ അധ്യക്ഷൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നടത്തിപ്പും കാവലും ഈ നാടുകളിലൊക്കെ എൻ്റെ മകന്റെ മേൽ അവിടുന്ന് ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തികളായി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സരിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. 348 കീർത്തനം, ആദ്യത്തെ രണ്ടും അവസാനത്തെയും ചരണം. Shake
നീ മരിച്ച ക്രൂശിങ്കൽ ആകർഷിക്കായെന്നെ പ്രിയ രക്ഷക നിൻ മുറിഞ്ഞ മാർവിങ്കൽ. ദൈവമായ കർത്താവേ, തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പലവിധമായ ആവശ്യങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമേ, ആ ദിവ്യമായ സമാധാനത്താൽ ഈ പുതിയ ആഴ്ചക്കാലം ഞങ്ങളെ വഴി നടത്തുകയും ആ സമാധാനം മറ്റുള്ളവർക്കും നൽകുന്നവരായി ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.